നമസ്കാരം. അടുത്തിടെ നടന്ന നിയമസഭാ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പുകളിലെ മികച്ച വിജയത്തിന്റെ തിളക്കത്തിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നൽകുന്ന മേൽക്കൈയിലുമാണ് കോൺഗ്രസ് പാർട്ടിയുള്ളത്. അടുത്ത ഒരു വർഷത്തിനകം ഇതേ സമയം തദ്ദേശ തെരഞ്ഞെടുപ്പും അത് കഴിഞ്ഞാൽ ഏതാണ്ട് 5 മാസത്തിനകം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കുകയാണ്. ഈ രണ്ട് തെരഞ്ഞെടുപ്പുകൾക്കും മുന്നൊരുക്കങ്ങളുമായി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ട കോൺഗ്രസ് പാർട്ടിയിൽ നിലവിൽ നടക്കുന്ന കാര്യങ്ങൾ അത്ര ശുഭകരമല്ല. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് സമയത്തുടലെടുത്തിരിക്കുന്ന ചില പൊട്ടലും ചീറ്റലുമൊക്കെ ഇപ്പോൾ മുതിർന്ന നേതാക്കളുടെയും യുവ നേതാക്കളുടെയും ഒക്കെ പരസ്യ പ്രതികരണത്തിലേക്കും വിഴുപ്പലക്കലിലേക്കും ഒക്കെ തന്നെ മാറിയിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് മുൻ മുഖ്യമന്ത്രി അന്തരിച്ച നേതാവ് ഉമ്മൻചാണ്ടിയുടെ മകനും പുതുപ്പള്ളിയിലെ നിലവിലെ MLA ചാണ്ടി ഉമ്മൻ ഇന്ന് മാധ്യമങ്ങൾക്ക് നടത്തിയ ഒരു പ്രതികരണമാണ്. അദ്ദേഹം പറഞ്ഞത് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണ സമയത്ത് അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ ചുമതലയൊന്നും നൽകാതെ തന്നെ ഒഴിവാക്കിയെന്നാണ്. മറ്റു പലർക്കും ചുമതല വീതിച്ചു നൽകിയപ്പോൾ തനിക്ക് ചുമതല നൽകിയില്ല. തന്നെ അവഗണിക്കുന്ന ഒരു സമീപനമാണ് സംസ്ഥാന നേതൃത്വം കൈക്കൊണ്ടത്. അത് ശരിയല്ല. എല്ലാവരെയും ഒന്നിപ്പിച്ച് നേതൃത്വം മുന്നോട്ട് പോകണം എന്നാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ അകറ്റി നിർത്തിയതിലുള്ള ഒരു നീരസം, അതൃപ്തി പരസ്യമായി പ്രകടിപ്പിക്കുകയാണ് ചാണ്ടി ഉമ്മൻ ചെയ്തത്. ചാണ്ടി ഉമ്മന്റെ ഈ പരാമർശം അല്ലെങ്കിൽ ഈ ഒരു പ്രതികരണം, ഈ ഒരു നീരസം, അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ തന്നെ പുറത്തു വന്നിരുന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ചാണ്ടി ഉമ്മന് പ്രതിഷേധമുണ്ട് എന്ന തരത്തിൽ ആദ്യം വാർത്തകൾ വന്നു. അതെന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. കാരണം അദ്ദേഹം അത്തരത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹം അതൃപ്തി പ്രകടിപ്പിക്കേണ്ട എന്ത് സാഹചര്യമാണ്, അല്ലെങ്കിൽ അതിനൊക്കെ എന്ത് ഒരു സ്ഥാനമാണ് അദ്ദേഹത്തിനുള്ളത് എന്നത് അദ്ദേഹം സ്വയം ചിന്തിക്കേണ്ട വേറൊരു വിഷയമാണ്. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ രാഹുൽ പുതുപ്പള്ളിയിൽ പള്ളിയിൽ ചെന്ന് ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ച് അവിടുന്ന് അനുഗ്രഹം വാങ്ങി വരാനായിട്ട് അവിടെ ചെല്ലുന്നു. അന്ന് ഉമ്മൻചാണ്ടിയുടെ കല്ലറ രാഹുൽ മാങ്കൂട്ടത്തിൽ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായും ക്യാമറ കണ്ണുകളൊക്കെ തന്നെ തിരയുക രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ചാണ്ടിയുമ്മൻ ഉണ്ടോ എന്നാണ്. ചാണ്ടിയമ്മൻ അവിടെ ഉണ്ടായിരുന്നില്ല. അത് വലിയ വാർത്തയായി, വിവാദമായി. എന്നാൽ പിന്നീട് രണ്ട് നേതാക്കളും നടത്തിയ പ്രതികരണങ്ങളൊക്കെ തന്നെ ആ ഒരു വിവാദത്തിന്റെ ഘനം കുറച്ചു. പിന്നീട് പ്രചരണവുമായി മുന്നോട്ട് പോകുന്നതിനിടെ പ്രചരണ രംഗത്ത്, പാലക്കാട് പ്രചരണ രംഗത്ത് ചാണ്ടി ഉമ്മന്റെ അസാന്നിധ്യം ചൂണ്ടിക്കാട്ടിയ വാർത്തകൾ നിറഞ്ഞു. ചാണ്ടി ഉമ്മന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിലുള്ള അതൃപ്തി കാരണമാണ് അദ്ദേഹം പ്രചരണ രംഗത്ത് വരാത്തത്, അദ്ദേഹം മനഃപൂർവ്വം വിട്ടുനിൽക്കുകയാണെന്ന തരത്തിൽ വാർത്തകൾ മാധ്യമങ്ങളിലൂടെ ഒക്കെ നിറഞ്ഞു, വലിയ ചർച്ചയായി. ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ പറഞ്ഞത് അത്തരത്തിലില്ല, അദ്ദേഹത്തിന് മറ്റു പല ചുമതലകളും ഉണ്ട് എന്നാണ്. ചാണ്ടി ഉമ്മനും ഈ വിഷയങ്ങളിൽ പ്രതികരണം നടത്തിയിരുന്നു. അദ്ദേഹം തന്നെ അന്ന് പറഞ്ഞത്, എനിക്ക് മഹാരാഷ്ട്രയുടെ ചുമതലയുണ്ട്. അന്ന് മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ്. കേരളത്തിൽ നിന്നും മറ്റു പല നേതാക്കൾക്കും ഒക്കെ തന്നെ അവിടെ ചുമതലയുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ചാണ്ടി ഉമ്മനും അവിടെ ചുമതല ഹൈക്കമാൻഡ് നൽകിയിരുന്നു. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞത്, എനിക്ക് മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുണ്ട്, അതിൻ്റെ തിരക്കിലാണ്. കൂടാതെ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുകയാണ്. അവിടെ തൻ്റെ ആഗ്രഹപ്രകാരം താൻ അങ്ങോട്ട് ചോദിച്ച് അവിടെ പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള അനുമതി നേടുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വലിയ ഒരു താല്പര്യം കാണിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ടാണ്, അത്തരത്തിൽ വലിയ തിരക്കുകളുമായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രചരണത്തിന് വരാത്തത്. അല്ലാതെ മറ്റു വിഷയങ്ങളൊന്നുമില്ല, തർക്കമൊന്നുമില്ല എന്ന് വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹം അന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചതാണ്. വയനാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏതാണ്ട് 7 ദിവസം കഴിഞ്ഞിട്ടാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം വയനാട്ടിലെ ആ തിരക്കുകളെല്ലാം കഴിഞ്ഞപ്പോൾ അതിനുശേഷമുള്ള 7 ദിവസങ്ങളിൽ ചുരുക്കം സമയം ചാണ്ടി ഉമ്മൻ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനുമെത്തി. എങ്കിലും അവിടെ വലിയ കാര്യമായിട്ട് അദ്ദേഹം നിറഞ്ഞു നിന്നില്ല. 1-2 ദിവസമൊക്കെ തന്നെ വീട് കയറിയുള്ള കുടുംബയോഗങ്ങളിലും ഒക്കെ പങ്കെടുത്ത് പ്രചരണം നടത്തി അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തു. അന്ന് തന്നെ ഇത്തരത്തിൽ ചാണ്ടി ഉമ്മന്റെ അസാന്നിധ്യം അവിടെ വലിയ ചർച്ചയാവുകയും വാർത്തയാവുകയും ഒക്കെ ചെയ്തു. അത് അന്ന് നേതാക്കളൊക്കെ തന്നെ നിഷേധിച്ചെങ്കിലും അതിൻ്റെ ഒരു ബാക്കി പത്രമാണ് ഇന്ന് ചാണ്ടി ഉമ്മന്റെ പരസ്യമായ പ്രതികരണത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. തന്നെ പൂർണ്ണമായും അല്ലെങ്കിൽ മനഃപൂർവ്വം നേതൃത്വം മാറ്റി നിർത്തി എന്ന അതിലുള്ള തൻ്റെ അതൃപ്തിയൊക്കെ തന്നെ ചാണ്ടി ഉമ്മൻ തുറന്നു പറയുകയാണ് ചെയ്തത്.
ചാണ്ടിയുമ്മൻ മാത്രമല്ല, അതിനു പിന്നാലെ കെ മുരളീധരൻ അദ്ദേഹത്തിന്റെ പ്രതികരണമുണ്ടായി. അദ്ദേഹവും പറഞ്ഞത് പാർട്ടിയിൽ ചില അസ്വസ്ഥതകളുണ്ട്, അത് അടിയന്തരമായിട്ട് പരിഹരിക്കണം. അതിന് യോഗങ്ങൾ, രാഷ്ട്രീയകാര്യ സമിതിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പാർട്ടി ഫോറങ്ങൾ അതിന് വിളിച്ചു കൂട്ടിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കണം. കുറെ നാളായിട്ട് അത്തരത്തിലുള്ള യോഗങ്ങളൊന്നും ചേരുന്നില്ല. നേതൃത്വം വിചാരിച്ചാൽ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കാൻ കഴിയും. അത് എത്രയും പെട്ടെന്ന് പരിഹരിച്ച് പാർട്ടി മുന്നോട്ട് പോകണമെന്ന ഒരാവശ്യം കെ മുരളീധരൻ മുന്നോട്ട് വയ്ക്കുന്നു. കെ മുരളീധരനും ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ തന്നെ വാർത്തകൾ നിറഞ്ഞിരുന്ന താരമാണ്, നേതാവാണ്. അദ്ദേഹം ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായിട്ട് ഇറങ്ങില്ല എന്ന് ഒരു തീരുമാനമെടുത്തു. അദ്ദേഹം മറ്റെടുത്തും പ്രത്യേകിച്ചും വയനാട്ടിൽ പോകാൻ അദ്ദേഹം തീരുമാനിച്ചു. എന്നാൽ പാലക്കാട് വരുന്ന കാര്യത്തിൽ വലിയൊരു അനിശ്ചിതത്വം അവസാന ഘട്ടം വരെ നിലനിന്നു. പിന്നീട് ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ പേര് സ്ഥാനാർത്ഥിയായിട്ട് അവിടുത്തെ DCC ഹൈക്കമാൻഡിനും KPCCക്കും നിർദ്ദേശിച്ചുകൊണ്ടുള്ള കത്ത് പുറത്തു വന്നു. അപ്പോൾ ഈ ഘട്ടത്തിലൊക്കെ തന്നെ മുരളീധരൻ പ്രതികരിക്കുകയും വളരെ പക്വതയോടുകൂടി തന്നെയാണ് അദ്ദേഹം ആ കാര്യത്തിലൊക്കെ പ്രതികരിച്ചത്. എന്നാൽ അന്ന് അദ്ദേഹം പറഞ്ഞത് തനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, അത് തെരഞ്ഞെടുപ്പിന് ശേഷമാകും പറയുക, പാർട്ടി ഫോറങ്ങളിലായിരിക്കും താനത് പറയുക എന്ന് അന്ന് തന്നെ മുരളീധരൻ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് എന്തൊക്കെയാ പറയാനുണ്ട്, ചില വെളിപ്പെടുത്തലുകൾ അദ്ദേഹം നടത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. എന്നാൽ അത്തരത്തിലുള്ള വലിയ വെളിപ്പെടുത്തലൊന്നും നടത്തിയില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന് നിലവിലെ പാർട്ടിയിലെ സാഹചര്യങ്ങളിൽ പ്രവർത്തനത്തിലുള്ള അതൃപ്തി, നേതൃത്വത്തിനെതിരെയുള്ള നീരസം അദ്ദേഹവും തുറന്ന് പ്രകടിപ്പിക്കുന്നുണ്ട്. ചില അസ്വസ്ഥതകൾ പാർട്ടിയിലുണ്ട്, മൊത്തത്തിൽ ചില അസ്വസ്ഥതകളുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ പലർക്കും പല പ്രശ്നങ്ങളുണ്ട്, വിഷയങ്ങളുണ്ട്, അത് പരിഹരിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിനുശേഷം മുൻ പ്രതിപക്ഷ നേതാവ്, മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല അദ്ദേഹവും നേതൃത്വത്തിനെതിരെ ചില ഉളിയമ്പുകൾ ഉന്നയിക്കുന്നു. നേതൃത്വം എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം, അതിന്റെ ഉത്തരവാദിത്വം നേതൃത്വത്തിനാണ് ഉള്ളത്, ആരെയും മാറ്റി നിർത്തരുത്. ചാണ്ടിയുമ്മന്റെ വിഷയത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് തനിക്കറിയില്ല. മഹാരാഷ്ട്രയിൽ പോയ പല നേതാക്കളെയും തിരിച്ച് വിളിച്ചു വരുത്തി അവർക്ക് ചുമതല കൊടുത്തിരുന്നു. ചാണ്ടിയുമ്മന്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ അത്തരത്തിൽ നിരവധി നേതാക്കൾ ഇങ്ങനെ പരസ്യ പ്രതികരണം നടത്തുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഈ KPCCയുടെ നേതൃമാറ്റം സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുകയാണ്. മാധ്യമങ്ങളിലൂടെ സുധാകരനെ മാറ്റും, ആ സ്ഥാനത്തേക്ക് യുവാക്കൾ ഉൾപ്പെടെ പലരുടെയും പേരുകൾ പരിഗണിക്കുന്ന തരത്തിൽ വലിയ വാർത്തകൾ വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടും പല പ്രമുഖ നേതാക്കളും മുതിർന്ന നേതാക്കളൊക്കെ തന്നെ പ്രതികരിച്ചു. അവിടെ കാണുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് KPCCയിലെ നേതൃമാറ്റത്തിൽ കേരളത്തിലെ കോൺഗ്രസിൽ ഇപ്പോൾ 2 ചേരിയാണുള്ളത്. ഒന്ന് സതീശൻ പക്ഷവും മറ്റൊന്ന് സതീശൻ വിരുദ്ധ ചേരിയുമാണ്. സതീശന് സ്വാഭാവികമായിട്ടും കെ സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി കുറച്ചുകൂടി ഊർജ്ജസ്വലനായ ഒരാൾ വരണം, എങ്കിൽ മാത്രമേ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും മികച്ച പ്രകടനം പാർട്ടിക്കും മുന്നണിക്കും നടത്താൻ കഴിയൂ എന്ന് മനസ്സിൽ ചിന്തയുണ്ട്. അത് അദ്ദേഹം ബന്ധപ്പെട്ടവരെ ധരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹം അത് കൂടുതൽ പരസ്യമായിട്ട് പ്രകടിപ്പിക്കാൻ തയ്യാറല്ല. കാരണം മറുവശത്ത് സതീശനെ എതിർക്കുന്ന വിഭാഗങ്ങളെല്ലാം, മറ്റ് ഗ്രൂപ്പുകളെല്ലാം തന്നെ, മറ്റ് പ്രമുഖ നേതാക്കളൊക്കെ തന്നെ ഒറ്റക്കെട്ടായി നിലകൊള്ളുകയാണ്. അത് സുധാകരനെ ഈ വിഷയത്തിൽ മാത്രം അനുകൂലിക്കുന്നത് കൊണ്ടാണ്. അവരൊക്കെ തന്നെ പറയുന്നത്, ശശി തരൂരാകട്ടെ, കെ മുരളീധരനാകട്ടെ, രമേശ് ചെന്നിത്തലയാകട്ടെ, അങ്ങനെ ഈ വിഷയത്തിൽ പ്രതികരിച്ചവരെല്ലാം പറയുന്നത് നിലവിൽ KPCC അധ്യക്ഷനെ മാറ്റേണ്ട യാതൊരു സാഹചര്യവുമില്ല. കാരണം അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിത്തന്നു, 20ൽ 18 സീറ്റ് UDF നേടി. ഒപ്പം തന്നെ അതിനുശേഷം അദ്ദേഹത്തിന്റെ കീഴിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം സിറ്റിംഗ് സീറ്റുകൾ കോൺഗ്രസിനെ നിലനിർത്താൻ കഴിഞ്ഞു. മികച്ച രീതിയിൽ പാർട്ടിയെയും മുന്നോട്ട് നയിക്കുന്നുണ്ട്. അതുകൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ അത്തരം ഒരു മാറ്റം വേണ്ട എന്ന് ഈ നേതാക്കളൊക്കെ തന്നെയും പറയുന്നു. ഇന്ന് പ്രതികരിച്ച ചാണ്ടി ഉമ്മനും അദ്ദേഹത്തിനും VD സതീശനോടാണ് എതിർപ്പ്. അതുകൊണ്ട് തന്നെ അദ്ദേഹവും ഈ വിഷയത്തിൽ സുധാകരനെ പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത്. സുധാകരൻ മാറേണ്ട യാതൊരു സാഹചര്യവുമില്ല എന്ന് അദ്ദേഹവും പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു ചേരി, തനിക്കെതിരെ ഒരു ചേരി സുധാകരന് പിന്നിൽ അണിനിരക്കുന്നത് കൊണ്ട് തന്നെ ഈ വിഷയത്തിലുള്ള പ്രതികരണം പൂർണ്ണമായിട്ടും പരസ്യമായിട്ട് നടത്താൻ സതീശൻ തയ്യാറല്ല. അതേസമയം തന്നെ തന്റെ നിലപാട് അദ്ദേഹം ഹൈക്കമാൻഡിനെ ഒക്കെ തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഹൈക്കമാൻഡാണ് ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടത്. നേതൃമാറ്റം എന്തായാലും ഉടനെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനൊക്കെ ഇടയിലാണ് കണ്ണൂര് മാടായി കോളേജുമായിലെ നിയമനവുമായി ബന്ധപ്പെട്ട് വലിയൊരു വിവാദം പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്നത്. ആ കോളേജിന്റെ ചെയർമാൻ കൂടിയായ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും കോഴിക്കോട് MPയുമായ MK രാഘവൻ, അദ്ദേഹം ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ അവിടുത്തെ പ്രാദേശിക നേതൃത്വം കോഴ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. പെങ്ങളുടെ മകന് അവിടെ നിയമനം കൊടുക്കാൻ ആ മകൻ MK നിധീഷ്, അദ്ദേഹം ഒരു CPIM അനുഭാവിയാണ്. കോൺഗ്രസിന്റെ പ്രവർത്തകരെയും കോൺഗ്രസ് അനുഭാവികളെയും ഒക്കെ അവഗണിച്ചുകൊണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന
ഒരു കോളേജിൽ, ഒരു എയ്ഡഡ് കോളേജാണത്, അവിടെ മറ്റു പാർട്ടിയിലുള്ളവർക്ക് നിയമനം കൊടുക്കുന്നു, അത് ശരിയല്ല, അത് കോഴ വാങ്ങിയാണ് എന്നതാണ് ഈ പറയുന്ന പ്രാദേശിക നേതാക്കളൊക്കെ തന്നെ ഉന്നയിക്കുന്ന ഒരു ആരോപണം. അതിൽ പാർട്ടിയിൽ വലിയ ഭിന്നത ഇപ്പോൾ തന്നെ ഉടലെടുത്തിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ രാഘവനെതിരെ പ്രതികരിച്ച 4-5 പ്രാദേശിക നേതാക്കളെ DCC സസ്പെൻഡ് ചെയ്തു. എന്നാൽ വലിയ വിവാദമായപ്പോൾ അത് പിൻവലിക്കുകയും രാഘവനെതിരായ ഒരു നിലപാടിലേക്ക് DCC എത്തുകയും ചെയ്തു. KPCCക്ക് DCC നേതൃത്വം പരാതി കൊടുത്തുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ രാഘവൻ ഇപ്പോൾ പറയുന്നത് നിയമനമെല്ലാം ചട്ടപ്രകാരമാണ് നടന്നത്, തൻ്റെ കൈകൾ പരിശുദ്ധമാണ്, അത്തരത്തിൽ യാതൊരു വഴിവിട്ട കാര്യവും താൻ നടത്തിയിട്ടില്ല എന്ന് രാഘവൻ പറയുന്നു. ആ വിഷയവും KPCC നേതൃത്വത്തിന് വലിയൊരു വെല്ലുവിളി, പ്രതിസന്ധി തീർക്കുന്നുണ്ട്. അതെങ്ങനെ പരിഹരിക്കുമെന്നത്, കാരണം MK രാഘവൻ വളരെ മുതിർന്ന ഒരു നേതാവാണ്, സ്വാധീനമുള്ള ഒരു ജനപ്രതിനിധിയാണ്. അതുകൊണ്ട് ആ വിഷയം എങ്ങനെ പരിഹരിക്കണം എന്നതും കോൺഗ്രസിന് മുന്നിൽ ഒരു കല്ലുകൊടിയായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അത്തരത്തിൽ നിരവധി വിഷയങ്ങളിലൂടെ ഒരു നിർണായക ഘട്ടത്തിൽ കുഴഞ്ഞു പറഞ്ഞ് നിൽക്കുകയാണ് കോൺഗ്രസ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം, സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം ഒക്കെ ഉൾപ്പെടെ ഇങ്ങനെ പല വിഷയങ്ങളുണ്ട് കോൺഗ്രസിന് സമരവുമായിട്ട് മുന്നോട്ട് പോകാനും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു അഡ്വാൻറ്റേജ് നേടിയെടുക്കാനും ഒക്കെ തന്നെ. പക്ഷേ അതിനൊന്നും കഴിയാത്ത വണ്ണം പാർട്ടിക്കുള്ളിൽ പടലപ്പിണക്കങ്ങളും പരസ്യപ്പോരുകളും ഒക്കെയായിട്ട് ഒരു പൊട്ടിത്തെറിയിലേക്ക് ഈ വിഷയം പോകുമോ എന്ന സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണ് കോൺഗ്രസിന്റെ നിലവിലെ ഒരു സ്ഥിതി എന്ന് നമുക്ക് പറയേണ്ടി വരും.